ഹായ് എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കർണാടക സ്പെഷ്യൽ റെസിപ്പിയാണ്. ഗോലി ബജ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കുന്നതാണ്. നല്ല സ്വീറ്റ് സ്പൈസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും പ്രിപ്പറേഷനും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഗോലി ബജ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് മൈദയാണ്. മൈദ ഞാനിവിടെ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ്, ഇത് 200 ഗ്രാമിൻ്റെ കപ്പാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി, അതായത് ആ കപ്പിന് അരക്കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു നല്ല ബബിൾസ് വരും. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ 200 ഗ്രാം മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി ലൂസായി പോവരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നല്ല പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ തേങ്ങാക്കൊത്ത് 1 ടീസ്പൂൺ ഇതേപോലെ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നമ്മുടെ ചെറിയ ജീരകമാണിത് കറിയിലൊക്കെ ചേർക്കുന്നത്, അത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവൊന്ന് നന്നായി ഒട്ടും കട്ടകളില്ലാണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇതായിരിക്കണം. ഒരു സ്പൂണിലെടുത്തിട്ട് നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതൊന്ന് മൂടി ഇനി നമുക്കൊരു 2 അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അഥവാ നിങ്ങൾ ചേർത്ത് കൊടുത്ത വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദാപ്പൊടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗോലി ബജേൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ട് 2 മണിക്കൂറോളം ഏകദേശമായി. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ആദ്യം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി എണ്ണയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഗോലി ബജ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് ഇപ്പോൾ എണ്ണ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. മാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ കുറേശ്ശെ മാവെടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അകം വേവാണ്ടുണ്ടാവും, പുറം വേഗം കരിഞ്ഞും പോവും. അപ്പം ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതാക്കി എടുക്കുക. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ. ഇതിപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോലി ബജ റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മൈദ എടുത്തത് കൊണ്ട് തന്നെ ഒരു 30ഓളം ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്.
ഇപ്പം ഞാനൊരു സോസിൻ്റെ കൂട്ടത്തിലാണിത് സെർവ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെങ്കിലോ ടൊമാറ്റോ ചട്നിയോ ടൊമാറ്റോ സോസ് അതുപോലെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നല്ല സ്പോഞ്ച് പോലെയുണ്ട്. അകമാണെങ്കിലും ഒക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും 4 മണി പലഹാരമായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഗോലി ബജ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.